نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الإخوان والأخوات أوصيكم أولا وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമകാരുണികനായ അല്ലാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിൽ വർഷിക്കുമാറാകട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ
ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളിലും ആവലാതിയാണ്, വേവലാതിയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് ആഗ്രഹിച്ച സന്തോഷവും സമാധാനവും അനുരാഗവും ലഭിക്കാതെ പോകുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളറകൾ പലപ്പോഴും പല സങ്കടങ്ങൾക്കും കാരണമായി തീരുന്നു എന്നതൊരു വസ്തുതയാണ്. നമ്മളിൽ പല ആളുകളും പള്ളിയുമായി ബന്ധമുള്ള ആളുകളാണ്, പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്, തൗഹീദി രംഗങ്ങളിൽ അതിശക്തമായ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന പ്രവർത്തകനാണ്. പക്ഷേ കുടുംബപരമായ വിഷയത്തിൽ മാനസികമായി വല്ലാതെ വേദന അനുഭവിക്കുന്ന ആളുമാണ്. എന്താണ് പരിഹാരം? പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ ലളിതമായി, മനോഹരമായി, വളരെ സൗന്ദര്യത്തോടുകൂടെ ആ വിഷയത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബ ആ വിഷയത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കത് പറയുവാനും നമുക്കെല്ലാവർക്കും അത് ഉൾക്കൊള്ളുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ആണും പെണ്ണും ഇണതുണകളാകുന്നിടത്താണ് നല്ല ഒരു കുടുംബം ഉണ്ടാകുന്നത്. ഒക്കെ നിങ്ങൾ ആ പ്രയോഗം, ആണും പെണ്ണും ഇണതുണകളാകുന്നിടത്താണ് ഒരു കുടുംബം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ബന്ധം സാമൂഹിക ഘടനയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്കിടയിൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളിലും ഇണകളെ സംവിധാനിച്ചു എന്ന് മാത്രമല്ല, അതിലെല്ലാം മനോഹരമായ ഒരു ജീവിതത്തിന്റെ മാതൃകയും നമുക്ക് കാണിച്ചു തന്നു. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ. ഹുവല്ലദീ, അല്ലാഹുവിനെ കുറിച്ച് പറയുകയാണ്. ആരാണ് അവൻ? ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അവൻ സൃഷ്ടിച്ചവനാണ്. ഒരു ആത്മാവിൽ നിന്ന് അല്ലാഹു സൃഷ്ടിച്ചതാണ്, ഒരേ ഒരു ആത്മാവിൽ. വജഅല മിൻഹാ സൗജഹാ, പിന്നീട് ഒരു ഇണയെ അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിക്കുന്നു. എന്തിനു വേണ്ടി? ലിയസ്കുന ഇലൈഹാ, സക്കീനത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടി. നോക്കൂ നിങ്ങൾ, എന്തിനാണ് ഒരു ആണിനെ പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തത്?
ഒരു പെണ്ണിനെ ഒരു ആണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് ലിയസ്കുന ഇലൈഹാ, വളരെ സമാധാനത്തോടുകൂടെ സൗന്ദര്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പല ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അവലം യറൗ ഇലൽ അർളി കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, മിൻ കുല്ലി സൗജിൻ കരീം. അല്ലാഹു പറയാണ്, നിങ്ങൾ കാണുന്നില്ലേ എന്താ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കം അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, എത്രയെത്ര ഇണകളെയാണ് ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് എന്ന്. എല്ലാറ്റിലും ഇണകളുണ്ട്. വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ആയത്താണ് വമിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിലുമുണ്ട് ഖലഖനാ സൗജൈനി, രണ്ട് ഇണകളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി, നിങ്ങളൊന്ന് ബുദ്ധി കൊടുക്കുന്നതിന് വേണ്ടി. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണ്. ഈ ഇണകളിലെല്ലാം ഒരു സന്തുലിതത്വം കാണാൻ കഴിയും, ഒരു മനോഹരമായ താളം കാണാൻ കഴിയും, സൗന്ദര്യം കാണാൻ കഴിയും, ഒരു സഹകരണം ഉണ്ടാകും, പാരസ്പര്യത്തിലൂടെയുള്ള ഒരു പൂർണ്ണമായ ജീവിതത്തെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദപ്രയോഗങ്ങളാണ് പ്രിയമുള്ളവരെ ഇത് നാം മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്നാകുമ്പോൾ ആ ഒന്നാകുന്നതിൽ മാനസികമായ ഒരു സൗന്ദര്യം ഉണ്ടാകണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഒരു മനോഹരമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. അതേപോലെ തന്നെ പരസ്പരം തൃപ്തിപ്പെടുന്ന ഒരു ഒന്നാകൽ ഉണ്ടാകണം. അവിടെയാണ് നല്ല ഒരു കുടുംബം ഉണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആൻ 3 ഘട്ടങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ 3 കാര്യങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് റൂമിൽ നമുക്ക് കാണാം, പരിചയമുള്ള ആയത്താണ്. ആ 3 കാര്യങ്ങളെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ എത്ര ജീവിച്ചാലും കൊതി തീരാത്ത രൂപത്തിൽ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഖുർആൻ പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വളരെ കൃത്യമാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി, അതൊരു അത്ഭുതമാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഏതെടുത്താലും അത്ഭുതമാണ്. വമിൻ ആയാതിഹി, ആ അത്ഭുതങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും, നിങ്ങളെ സംവിധാനിച്ചു സൃഷ്ടിച്ചു എന്നത്. മിൻ അൻഫുസികും അസ്വാജൻ, മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഇണകളെ സംവിധാനിച്ചു എന്നുള്ളതും. മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കാൻ, മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കാൻ, പരസ്പരം ഒന്നു ചേരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള ഇണകളെ നമ്മളിൽ നിന്ന് തന്നെ സംവിധാനിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? ലിതസ്കുനൂ ഇലൈഹാ, അടിവരയിട്ട് മനസ്സിലാക്കണേ. ലിതസ്കുനൂ ഇലൈഹാ, ശാന്തിയോടുകൂടെ ജീവിക്കാൻ. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ ശാന്തി എന്നാണ് അർത്ഥം, സമാധാനമാണ് എന്നാണ് അർത്ഥം. ആ രൂപത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ സംവിധാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞില്ല, മവദ്ദതൻ വജഅല ബൈനകും മവദ്ദതൻ
മവദ്ദത്തൻ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം അനുരാഗമെന്നാണ്, പ്രണയമെന്നാണ്. പ്രിയമുള്ളവരെ, വിവാഹത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ആണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെണ്ണിനോട് അനുരാഗമുണ്ടാകണം, പ്രണയമുണ്ടാകണം, സ്നേഹമുണ്ടാകണം. അതാണ് മവദ്ദത്ത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ ഒരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് ഒരാണ് കടന്നു വരുമ്പോ അവിടെ ഉണ്ടാകേണ്ടുന്ന വികാരത്തെ സംബന്ധിച്ചാണ് മാനവലോകത്തിന്റെ വേദഗ്രന്ഥമായ ഖുർആൻ മാനവതയോട് സംസാരിക്കുന്നത്. രണ്ട് കാര്യം, ഒന്ന് സക്കീനത്ത്, ഒന്ന് മവദ്ദത്ത്, മൂന്നാമത്തത് വറഹ്മ, കാരുണ്യവും അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്നു. നമുക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിൽ എത്ര അർത്ഥവത്തായ വാക്കാണ് പ്രിയമുള്ളവരെ. കാരുണ്യമില്ലാതെ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നമുക്കൊന്ന് ശാരീരികമായി വേദനകൾ വന്നാൽ, മാനസികമായി വേദനകൾ വന്നാൽ, കാരുണ്യത്തോടുകൂടെ നമ്മുടെ അരികിൽ വന്നുകൊണ്ട് സമാധാനപ്പെടുത്താൻ ഒരാൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ വേദനകൾ ഇല്ലാതെയാകും, നമ്മുടെ ശരീരത്തിന്റെ വേദനകൾക്ക് കുറവുണ്ടാകും. നമ്മോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾക്ക് കുറവുണ്ടാകും. നമ്മുടെ മനസ്സ് നമ്മോട് പറയും, ശരിയാണ്, എന്റെ വേദനകളിലും എന്റെ പ്രയാസങ്ങളിലും എന്നെ ചേർത്ത് പിടിക്കാൻ എന്നോടൊപ്പം ഒരാളുണ്ടല്ലോ എന്ന മനസ്സിന്റെ തോന്നൽ, അത് ജീവിക്കാനുള്ള പ്രേരണയാണ് പ്രിയമുള്ളവരെ. അതാ ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഈ മൂന്ന് കാര്യങ്ങൾ, സക്കീനത്ത്, മവദ്ദത്ത്, റഹ്മത്ത്, അതൊരു കുടുംബ ജീവിതത്തിൽ അനിവാര്യമാണ്. ഇനി പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങൾ, അസ്വാജി എന്നാണ് ഇണകൾക്ക് വേണ്ടി ഖുർആൻ പറഞ്ഞത്. ഇണ തുണകൾ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ആ ബന്ധത്തെ കുറിച്ച് നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ നാളെ മനുഷ്യർ പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ ആത്മാവും ശരീരവും വീണ്ടും പരസ്പരം കൂടിച്ചേരുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ലോകം അവസാനിച്ച് ഇനി നമുക്കൊരു പുനർജന്മമുണ്ടല്ലോ. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോ ഓരോ ശരീരത്തിലേക്കും ആത്മാവിനെ കൊടുക്കുന്നതിനെയാണ് എന്ന് പറഞ്ഞത്. നോക്ക് നിങ്ങൾ, ആ പരിശുദ്ധ ഖുർആനിന്റെ വചനം വെച്ച് പരിശോധിക്കുക. നോക്ക് നിങ്ങൾ, നാം മരിക്കുമ്പോ, മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് വേർപിരിയുന്നു. അപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ടെങ്കിൽ നമുക്ക് ജീവനുണ്ടല്ലോ. അതുപോലെ വിവാഹത്തിന് ശേഷം നമ്മുടെ ഇണ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അത് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഊർജമാണ് പ്രിയമുള്ളവരെ. ആ ജീവിതം അഥവാ നമ്മുടെ പെണ്ണ് അല്ലെങ്കിൽ നമ്മുടെ ആണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുമ്പോ അതൊരു മരണത്തിന് തുല്യമായ അവസ്ഥയാണ്. സ്നേഹമുള്ള ജീവിതമാണെങ്കിൽ, അനുരാഗമുള്ള ജീവിതമാണെങ്കിൽ, കാരുണ്യമുള്ള ജീവിതമാണെങ്കിൽ, ശാന്തിയുള്ള ജീവിതമാണെങ്കിൽ, തന്റെ ഇണ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മരണത്തിനോളം തുല്യമുള്ള ജീവിതമായി മാറും. അത് ഉറപ്പാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പറിച്ചെടുക്കുന്നത് പോലെ അത്രത്തോളം സുന്ദരമാണ് ദാമ്പത്യ ജീവിതം. ഇങ്ങനെ വന്നാൽ നമ്മുടെ കുടുംബത്ത് മനോഹരമായ ജീവിതത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ജീവിതത്തെ കുറിച്ചൊന്ന് നന്നായിട്ടൊന്ന് ചിന്തിക്കുക, ആലോചിക്കുക. കേവലം നമ്മുടെ ശരീരങ്ങൾ ഒന്നാവുക എന്നതെല്ലാം ഒരു കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും നല്ല ഇണതുണകളായി ജീവിച്ചതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ സൗജി എന്ന പദം അത് ആണിനും പെണ്ണിനുമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആൻ. വേർതിരിക്കാതെ, ആണ് പെണ്ണ് എന്ന് വേർതിരിക്കാതെ
രണ്ടുപേർക്കും സൗജി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഖുർആനിൽ കാണാം, സൂറത്ത് അൽ ബഖറയിലെ 35-ാമത്തെ ആയത്തിൽ വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. വഖുൽനാ നാം പറഞ്ഞ സന്ദർഭം, യാ ആദം, ഏ ആദമേ, ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, സ്വർഗ്ഗത്തിൽ താങ്കളുടെ ഇണയുമായി താമസിക്കുക. അവിടെ പറഞ്ഞ വാക്ക് വസൗജുക എന്നാണ്. വസൗജുക ആദം നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോ അവിടെ സൗജ ആരാണ്? ആദം നബി അലൈഹിസ്സലാമിന്റെ പെണ്ണാണ്. വസൗജുക, നിന്റെ ഇണയോട് ഇണതുണകളായി സ്വർഗത്തിൽ ജീവിക്കാൻ പറഞ്ഞ സന്ദർഭം, അല്ലാഹ് പറഞ്ഞ സന്ദർഭം എന്താണ് നോക്കൂ നിങ്ങൾ. ആ ഒരു പ്രയോഗമാണ്. ഇതിനേക്കാൾ മനോഹരമായ പദമില്ല പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ സുന്ദരമായ പദമില്ല പ്രിയമുള്ളവരെ. ഇങ്ങനെ മനസ്സിലാക്കി ജീവിക്കാൻ, അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, തന്റെ പെണ്ണിനോട് എന്റെ ജീവിതത്തിന്റെ പാതിയാണ് എന്ന് പറയാൻ, ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനെ കുറിച്ച്, തന്റെ ഇണയെ കുറിച്ച് പറയാൻ, എന്റെ ജീവിതത്തിന്റെ പാതിയാണ് നിങ്ങൾ എന്ന് പറയാൻ മാത്രമുള്ള അനുരാഗം, പ്രണയം, സ്നേഹം ഒരു വിവാഹത്തിന് ശേഷം നമുക്ക് ഉണ്ടാകണം. ഇപ്പൊ വിവാഹത്തിന് മുമ്പാണല്ലോ ഇതൊക്കെ ഉണ്ടാകാറുള്ളത്. വിവാഹത്തിന് മുമ്പ് അതൊക്കെ ഉണ്ടാകാറുള്ളത്. അപ്പൊ ഇതിനേക്കാൾ അമിതമായിട്ടാണ് പറയാറുള്ളത്. മനസ്സിലായില്ലേ? ഇന്നലെ ഒരു വാർത്ത കണ്ടു. വാട്സപ്പിലൂടെ പരിചയപ്പെട്ട് കാമുകിയെ തേടി വന്ന് അവസാനം പാകിസ്ഥാനിന്റെ അതിർത്തിയിൽ വെച്ച് പിടിക്കപ്പെട്ടു എന്നാണ്. അല്ലാഹ് കാക്കട്ടെ. അങ്ങനെ ഒരുപാട് ദിനേന നമ്മൾ കേൾക്കുന്നുണ്ട്. അത്തരം തോന്നിവാസങ്ങളിൽ നിന്നും, ബന്ധങ്ങളിൽ നിന്നും, വൃത്തികെട്ട ബന്ധങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പരിശുദ്ധ ഖുർആൻ വേറൊരു വാക്ക് പറയുന്നുണ്ട്. പരിശുദ്ധ റമദാനിൽ ഒരു പെണ്ണിനെ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ഇണത്തുണകൾ എപ്പോഴാണ് ഇടപെടേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഉഹില്ലലക്കും ലൈലത്തസ് സിയാമിർ റഫതു ഇലാ നിസായിക്കും, നോമ്പിന്റെ രാത്രിയിൽ രണ്ടുപേർക്കും ഒന്നാകുന്നത് ഹലാലാണ്, അനുവദനീയമാണ് എന്ന്. അത് ആ പായത്തിന്റെ ശേഷം അല്ലാഹ് പറയാൻ, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. എത്ര മനോഹരമായ പ്രയോഗമാണ്. ആ ഇണകൾ പരസ്പരം വസ്ത്രങ്ങളാണ്. ഒരു വസ്ത്രത്തിന്റെ ധർമ്മം നമുക്കറിയാം. ഒരു മനുഷ്യന്റെ നഗ്നതയും ന്യൂനതയും മറക്കാൻ വസ്ത്രം പര്യാപ്തമാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കാൻ ഒരു വസ്ത്രം അതിന് കാരണമാകുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അലങ്കാരമാണ് വസ്ത്രം, അതും നമുക്കറിയാം. നോക്ക് നിങ്ങൾ, അതുപോലെ ഒരു ആണിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് അലങ്കാരമാണ്, അതേപോലെ സംരക്ഷണമാണ്. അവന്റെ നഗ്നതകളെ മറക്കുന്ന വസ്ത്രത്തിന്റെ ആ ധാർമ്മികത പുലർത്തുന്നവളാണ് പെണ്ണ്. പറയാണ് തിരിച്ചങ്ങനെയാണ്. ഒരു പെണ്ണിന്റെ സംരക്ഷണവും, ഒരു പെണ്ണിന്റെ അലങ്കാരവും, ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ അവരുടെ സംരക്ഷണവും, ആ പെണ്ണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആണാണ്, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തുണയാണ്, ഇണയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ഇങ്ങനെയാണോ നമ്മുടെ കുടുംബം? ഇങ്ങനെയാണോ നമ്മൾ എണ്ണ തുണകളായിട്ട് ജീവിക്കുന്നത്? പരിശോധിക്ക്. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ മാനസികമായ ഒരു അടുപ്പം കിട്ടാതെ അകൽച്ചയിലേക്ക് പോകുന്നത്. ഒരു തൃപ്തി നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് തൃപ്തി ഉണ്ടാകണം പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത് ചില്ലറ പരിപാടിയല്ല, ചില്ലറ പരിപാടിയല്ല. നമ്മളൊരു അമാനത്ത് ഏറ്റെടുത്തവരാണ്, ഒരു അമാനത്ത് ഏറ്റെടുത്തവരാണ്. നിക്കാഹ് എന്ന് പറയുന്നത് ഒരു അമാനത്താണ്, അതൊരു കർമ്മമാണ്. ഒരു പിതാവ് ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് മഹറിന് പകരമായി അതിനു മുമ്പ് കണ്ട് പരിചയമില്ലാത്ത
കേവലം കുറഞ്ഞ ദിവസം കൊണ്ട് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കുടുംബത്തിലേക്ക് തന്റെ മകളെ പറഞ്ഞേക്കുമ്പോ ഒരു പിതാവിന്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. അവർ പറയുന്നത്, മഹറിന് പകരമായി എന്റെ പൊന്നുമോളെ താങ്കൾക്ക് ഞാനിതാ തൃപ്തിപ്പെട്ട് വിവാഹം ചെയ്തു തരുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിൽ വിശാലമായ കുറേയേറെ തേങ്ങലുകളുണ്ട്. ഈ കാലം അത്രയും എന്റെ മകളുടെ സംരക്ഷകനായി, എന്റെ മകളുടെ കൂട്ടുകാരനായി, എന്റെ മകളുടെ സ്നേഹമായി, എന്റെ മകളുടെ വാത്സല്യമായി നിന്നവനാണ് ഞാൻ. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിനെ സാക്ഷി നിർത്തി താങ്കൾ നൽകുന്ന മഹറിന് പകരമായി ഞാൻ നൽകിയ സ്നേഹവും വാത്സല്യവും സംരക്ഷണവും താങ്കൾ നൽകുമെന്ന ഉറപ്പോടുകൂടിയാണ് എന്റെ പൊന്നുമോളെ താങ്കൾക്ക് ഏൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, 4 അക്ഷരങ്ങൾ ചേർത്ത് പറയുന്ന ഒരു വാക്ക്, ഖബിൽതു, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ നൽകിയ മഹറിന് പകരമായി നിങ്ങളുടെ മകളെ, നിങ്ങളുടെ ഇഷ്ടത്തെ, നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ ആ വികാരത്തെ, മകളെന്ന വികാരത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും അതുപോലെ തന്നെ വാത്സല്യത്തോടു കൂടെ കൊണ്ടു നടക്കാനും ഇൻഷാ അല്ലാഹ് ഞാൻ തയ്യാറാണ്. അവരുടെ കണ്ണുനീര് ഞാൻ വീഴ്ത്തുകയില്ല എന്ന ഉറപ്പോടുകൂടെ, കരാറോടുകൂടെയാണ് ആ പിതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ ഏറ്റെടുക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ കൊണ്ടടക്കണം. ഇനി എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് കുടുംബകം നന്നാകണം, പെരുമാറ്റം നന്നാകണം, നല്ല സ്വഭാവം ഉണ്ടാകണം, നല്ല രീതിയിൽ പെരുമാറണം, പുഞ്ചിരിയോടുകൂടെ സംസാരിക്കണം, സ്നേഹത്തോടുകൂടെ വിളിക്കണം, അവർക്ക് ഇഷ്ടമുള്ള പേരുകൾ നമ്മൾ വിളിക്കണം, ഇങ്ങോട്ട് ഇഷ്ടമുള്ള പേരുകൾ വിളിക്കണം. ഞാനിപ്പോഴും ഒരു യാത്രയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു ഇണ കല്യാണം കഴിഞ്ഞ നാള് മുതൽ മക്കൾ വലുതായി, ഉദ്യോഗസ്ഥരായി ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും സ്നേഹത്തോടുകൂടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു പേര് വിളിക്കാണ്. തന്റെ ഇണയെ, തന്റെ ഭർത്താവിനെ വിളിക്കുന്ന പേര് മോനേന്നാണ്. അവർക്ക് ഇഷ്ടമുള്ള ഒരു പേര് വിളിക്കണം. ഞാൻ അത്ഭുതപ്പെട്ടു ആ വിളി കേട്ടപ്പോ, ആരെ വിളിക്കുന്നതെന്ന്. അപ്പൊ അവർ പരസ്പരം തീരുമാനമെടുത്ത ഒരു പേര് വിളിച്ചതാണ്. അത് അവർക്ക് ഇഷ്ടമാണ്. നോക്കൂ നിങ്ങൾ, ആ വിളിയിൽ ഒരു സ്നേഹമുണ്ട്, ആ വിളിയിൽ ഒരു അനുരാഗമുണ്ട്, ആ വിളിയിൽ ഒരു ഒന്നാകലുണ്ട്. അതുപോലെ എല്ലാ തരത്തിലും ഒന്നാകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഊസിക സാനിയ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏറ്റവും നല്ല സ്നേഹത്തോടെ, കാരുണ്യത്തോടെ കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ അടുത്ത് ഇന്നൊരു അതിഥിയുണ്ട്. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. തിരുവനന്തപുരം RCC, ആ വലിയ മെഡിക്കൽ സെന്ററിന്റെ ഏതാനും അടുത്ത് ഇൻഷാ അല്ലാഹ് തൗഹീദിന്റെ ഒരു ഭവനം വരാൻ പോവുകയാണ്. വലിയ വില കൊടുത്ത് ആ ഭാഗത്ത് ഒരു ഭൂമി വാങ്ങിച്ച് ആ ഭാഗങ്ങളിൽ വരുന്നവർക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പള്ളി പണിയാനാണ് അവർ ആഗ്രഹിക്കുന്നത്.
ഒരു വലിയ എമൗണ്ട് കടം വാങ്ങിച്ച് സ്ഥലം വാങ്ങിച്ച് ഇനി അവർക്ക് ആ ബാധ്യതകൾ നിറവേറ്റി അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഡോർമെറ്ററികൾ സ്ഥാപിച്ച് തൗഹീദിന്റെ ആദർശം പറയുന്ന ഒരു ഭവനമുണ്ടാക്കി ഇൻഷാ അല്ലാഹ് ആ പ്രദേശത്തിന് നൽകാൻ വേണ്ടിയാണ് ആ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. നൽകിയതൊക്കെ അല്ലാഹുവാണ്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ കച്ചവടവും ഒക്കെ നൽകിയത് അല്ലാഹുവാണ്. ഇതുപോലെ പല ആളുകളിലൂടെ കിട്ടിയത് കൊണ്ടാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള പള്ളികളും മിമ്പറുകൾ ഉണ്ടാകുന്നതും ഇതുപോലുള്ള ഖുതുബകൾ ഉണ്ടാകുന്നതും ആളുകൾക്ക് സത്യം മനസ്സിലാകുന്നതും. കുറേയേറെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ ഭാഗത്ത് ഈ ഒരു പള്ളി അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ചെറുപ്പക്കാരും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരും ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് നമ്മെ തേടി ഇത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ഒരു യാത്രക്ക് സന്തോഷം പകരുന്ന രൂപത്തിൽ, നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ, അല്ല നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അവരെ സഹായിക്കണം എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ പ്രദേശത്ത് പോകുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടെ കയറി ചെല്ലാൻ അവിടെ അത്തരത്തിലുള്ള സ്ഥാപനം ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു മെഡിക്കൽ സെന്ററിലേക്ക് അള്ളാഹു അവിടേക്കൊന്നും പോകാനുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് നൽകാതിരിക്കട്ടെ. അഥവാ ചെന്നാൽ നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാപനമുണ്ടല്ലോ എന്ന നിലക്ക് ഉപയോഗപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് ഈ ഉദ്ദേശിക്കുന്ന പള്ളിയും അതോടനുബന്ധിച്ചുണ്ടാക്കുന്ന ഡോർമെട്രിയും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിന് ആ രൂപത്തിൽ അത് നിർമ്മിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സഹകരിക്കുക. ഇന്ന് നൽകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ നോട്ടീസ് ഉണ്ട്. അതിന്റെ നോട്ടീസിൽ അഡ്രസ്സും ബാർകോഡുകളും ഉണ്ട്. കഴിയുന്ന രൂപത്തിലൊക്കെ പലതുള്ളി പെരുവെള്ളം എന്ന പോലെ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ അവർക്ക് നൽകുക എന്ന് വളരെ വിനയത്തോടുകൂടെ അതിന്റെ ആ ഒരു പ്രാധാന്യത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു പള്ളിക്ക് കൊടുക്കുന്നതിന്റെ പ്രതിഫലമൊന്നും പറയേണ്ടതില്ല. ഈ മെമ്പറിന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഒരു സഹോദരൻ രാവിലെ വിളിച്ചു പറഞ്ഞിരുന്നു അവരുടെ ഉമ്മ ചില ശാരീരിക പ്രയാസങ്ങളിൽ ഐസിയുവിലാണ് എന്ന്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഉമ്മാക്ക് അവരുടെ പ്രയാസങ്ങളെ രോഗങ്ങളെ ശിഫ നൽകി അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് അവർക്ക് നൽകി അവർക്കും അവരുടെ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ശിഫയല്ലാതെ ഒരു ശിഫയുമില്ല. ഷാഫിയായ റബ്ബ് തീരുമാനിച്ചാൽ മാത്രമേ നമ്മുടെ അസുഖങ്ങൾക്ക് ശിഫ കിട്ടുകയുള്ളൂ. ഷാഫിയായ റഹ്മാനെ ഞങ്ങളുടെ അസുഖങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ രാവും പകലും വ്യത്യാസമില്ലാതെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി നടക്കുന്ന പണ്ഡിതന്മാർക്ക് അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ ദീനി രംഗത്ത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ സഹായിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള മാനസികമായ വിശാലത നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് ആ രൂപത്തിൽ അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകുന്ന നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. الحمد لله رب